പിന്നീട് പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞാൻ ഈ സത്യം പറഞ്ഞൊരു വാർത്ത ചെയ്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാം, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പറ്റുകയില്ലെന്ന്. അതിൻ്റെ പേരിലാണ് ഞാനും അദ്ദേഹം തമ്മിൽ പിണക്കമായതും അദ്ദേഹത്തിൻ്റെ മോൾ എന്നെ വിളിച്ച് വീണ്ടും ഒരു ഭീഷണിസ്വരത്തിൽ കേസ് കൊടുക്കുന്നു. ഞാൻ കേസൊക്കെ എത്ര കൊടുത്തു, തീ കൊടുത്തവന് കേസ് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്ത് കേസ് കൊടുക്കാനാണ്? സത്യം പറയുന്നതിന് കേസ് കൊടുക്കുന്നതിനെന്ത്? അത് നമുക്ക് കോടതി തെളിയിക്കാമല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പേടിപ്പിക്കേണ്ട, ചാനലുകാർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മനോരമയും മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു, കുട്ടി ഒളിച്ചു പോയിട്ടില്ല, അച്ഛൻ്റെ അടുത്താണെന്ന്. പക്ഷെ അത് തെറ്റാണ്. കുട്ടി ഒളിച്ചു പോയത് തന്നെയാണ്. അനുവുമായിട്ടുള്ള ഒരു ബന്ധവും ആ കുട്ടി വിട്ടിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ അനുവിൻ്റെ കൂടെയുമാണ്. ചാനലുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഖിൽ NRയുടെ വൈഫുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് അടിച്ചു പോവുക. നമ്മുടെ ചാനലിനകത്ത് വേറെയും വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അവിടെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. സോ ഗൈസ്, നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഖിൽ NRയുടെ വൈഫായിരുന്ന മേഘ ഒളിച്ചോടിപ്പോയ വിവരം. ഇത് നമ്മുടെ പാൻ ഇന്ത്യ ലെവലിൽ ചർച്ചയായ ഒരു ഒളിച്ചോട്ടമായിരുന്നു. ധാരാളം ഹിന്ദി മീഡിയസും അതേപോലെ തന്നെ തമിഴ് ചാനലുകളും എല്ലാം ഇതേക്കുറിച്ച് വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത വന്നത്. മേഘ ഒളിച്ചോടി പോയിട്ടില്ല, അവരുടെ പിതാവിൻ്റെ ഒപ്പം ഉണ്ടെന്ന തരത്തിലൊരു വാർത്ത പ്രചരിച്ചു. ഇതിന് തൊട്ട് പിന്നാലെ മേഘയുടെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയുടെ വോയിസ് പുറത്തേക്ക് വന്നത്. അത് ജിന്യൂസ് 2.0 എന്ന് പറയുന്ന ചാനലിലൂടെയായിരുന്നു പുറത്തേക്ക് വന്നത്. മേഘ ഒളിച്ചോടിപ്പോയെന്നുള്ളത് വസ്തുതയാണ്. അവരിപ്പോൾ അവരുടെ പിതാവിൻ്റെ ഒപ്പമാണ്. അതിന് കാരണം അനൂപിൻ്റെ അനുവാദം വാങ്ങിയിട്ട് 4 ദിവസങ്ങൾക്ക് ശേഷം മേഘ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ പിതാവിന് അനൂപുമായിട്ടുള്ള ബന്ധത്തിനോട് വലിയ താല്പര്യമില്ല. അഖിലുമായിട്ടുള്ള ബന്ധം വേർപെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുകൂടാതെ അഖിലിൻ്റെ പിതാവാണ് ഈ പറയുന്ന മേഘയെ ഇത്തരത്തിലൊരു കടുംകൈ ചെയ്യാണ്ട് പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെയായിരുന്നു ആ ഒരു കുടുംബ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു വോയിസ് പുറത്തേക്ക് വന്നതിന് തൊട്ട് പിന്നാലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളും ഈ ഒരു വിഷയം കണ്ടന്റ് ആക്കിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഈ ഒരു വോയിസ് അയച്ച മേഘയുടെ കുടുംബ സുഹൃത്തിനെ മേഘയുടെ അച്ഛനും മേഘയും ഉൾപ്പെടെയുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നൊരു ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു വോയിസ് അയച്ച കുടുംബ സുഹൃത്തിനെ കേസിൽപ്പെടുത്തുമെന്നും അതുകൂടാതെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളെ എല്ലാവരും തന്നെ പോലീസ് കേസിൽ കൊടുക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ ജീമാൻ കല്ലുവരക്കൽ. സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള ലോകം നെടുങ്ങുന്ന അല്ലെങ്കിൽ രാജ്യം നെടുങ്ങുന്ന ഒളിച്ചോട്ട കഥയെക്കുറിച്ചാണ്. അതിപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വാർത്ത വരുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ആ വാർത്ത സംബന്ധമായ കേസിൽ ഈ കുട്ടി ഒളിച്ചു പോയപ്പം തൊട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയം തൊട്ട് ഈ സമയം കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെയും സജീവമായി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ദേഷ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മനോരമയും മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു, കുട്ടി ഒളിച്ചു പോയിട്ടില്ല, അച്ഛൻ്റെ അടുത്താണെന്ന്. പക്ഷെ അത് തെറ്റാണ്. കുട്ടി ഒളിച്ചു പോയത് തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് വന്നെന്നുള്ളത് ശരിയാണ്. പക്ഷേ അനുവുമായിട്ടുള്ള ഒരു ബന്ധവും ആ കുട്ടി വിട്ടിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ അനുവിൻ്റെ കൂടെയുമാണ്. ചാനലുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു ശത്രുവായിട്ട് പോലും മാറി അവരുടെ മുമ്പിൽ. സത്യം പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം ആ കേസിന് വേണ്ടി ഒരുപാട് പാടുപെട്ടും കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം എന്നെ അടക്കം ഉള്ള മലയാളികളെ പൊട്ടന്മാരാക്കുന്നത് ഞാൻ സഹിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞത്. മേഘ ഒളിച്ചു പോയത് തന്നെയാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അനുവിൻ്റെ കൂടെ തന്നെ പോയി. ഇതിലൊക്കെ രസമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അവിടുത്തെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ കുട്ടിയുടെ മേഘയുടെ അച്ഛൻ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് അജിത്ത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അവഹേളിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. വേശ്യെന്നും വളരെ മ്ലേച്ഛമായ രീതിയിൽ. അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അറസ്റ്റിലായി, അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടെന്ന് കേൾക്കുന്നു. പക്ഷേ സർവത്ര സ്ത്രീകളെയും തെറ്റ് പറയുന്ന ഇയാൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ മകൾ ഒളിച്ചു പോയപ്പം അത് പൂഴ്ത്തിവെച്ചു, കാശ് വാങ്ങി. 100% എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, സ്ത്രീകൾ തെറ്റ് ചെയ്താൽ ഒളിച്ചു വെക്കുന്ന ആളുകളുള്ളപ്പോൾ
സത്യം പറയാൻ എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്, ഈ വാർത്ത ആദ്യം ചെയ്തത് നമ്മളെ ബിനുവാണ്. ബിനു ആദ്യം ചെയ്തുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു, തംബ്ലൈനൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം നെടുങ്ങുന്ന ഒളിച്ചോട്ടം എന്നൊക്കെ കേട്ടപ്പം എൻ്റെ സുഹൃത്തും കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഈ കുട്ടി കാണിച്ചത് തെറ്റാണ്. അത് ഞാൻ എവിടെയും വരും. സത്യത്തിൻ്റെ നീതിക്കും കൂടെ നിന്നതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, ബിനു രണ്ടാമത് ഞാൻ ഈ സത്യം പറഞ്ഞൊരു വാർത്ത ചെയ്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാമോ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പറ്റുകയില്ലെന്ന്. അതിൻ്റെ പേരിലാണ് ഞാനും അദ്ദേഹം തമ്മിൽ പിണക്കമായതും അദ്ദേഹത്തിൻ്റെ മോളെ എന്നെ വിളിച്ച് വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കേസ് കൊടുക്കുന്നു. ഞാൻ കേസൊക്കെ എത്ര കൊടുത്താൽ തീ കൊടുത്തവന് കേസ് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്ത് കേസ് കൊടുക്കാനാണ്? സത്യം പറയുന്നതിന് കേസ് കൊടുക്കുന്നതിനെന്ത്? അത് നമുക്ക് കോടതി തെളിയിക്കാമല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പേടിപ്പിക്കേണ്ട, ചാനലുകാർക്കെതിരെ കേസ് കൊടുക്കുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അതില്ല, സത്യം മൂടി വെക്കാൻ പാടില്ല. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു കഴിവുണ്ടാകുമ്പോഴുള്ളൂ മനുഷ്യനാവുള്ളൂ. അതുള്ള എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതുവരെ രംഗത്തൊന്നും വന്നില്ല, എൻ്റെ ഒരു വോയിസ് മാത്രമേ ഉള്ളൂ ഞാൻ കൊടുത്തുള്ളൂ. ഈ സംഭവം നടക്കുന്ന ആ സമയം തൊട്ട് ഈ 2-3 ദിവസം മുമ്പ് വരെയും സജീവമായി അവരുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഈ പ്രമുഖ ചാനലുകൾ ചെയ്ത വാർത്ത മുഴുവൻ കള്ളത്തരമാണ്. അതുപോലെ ഈ പ്രമുഖ ചാനലിൻ്റെ ഒരു കുഴപ്പമുണ്ട്, സത്യം അറിയാതെ അവർ വാർത്ത ചെയ്യും, എന്നിട്ട് സത്യം അറിയുമ്പോൾ അത് തിരിച്ച് വാർത്ത ചെയ്യത്തുമില്ല. മനോരമ ഇതിനു മുമ്പ് എനിക്കെതിരെ ഒരു ഫേക്ക് ന്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് എൻ്റെ ജഡ്ജ്മെൻറ്റ് കാണിച്ചിട്ട് പോലും അവർ തിരിച്ച് ഒരു വാർത്ത ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മാതൃഭൂമി, ഈ ചാനലുകളെല്ലാം തന്നെ പച്ചക്കള്ളമാണ് ഈ അഖിലിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പം ലൈവ് വന്നത്. ഞാനിപ്പോൾ കൊച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇതിൻ്റെ സത്യം എല്ലാവരും മനസ്സിലാക്കുക. മേഘ ഒളിച്ചു പോയതാണ്, 100%, 150% ഒളിച്ചു പോയതാണ്. ഇനിയിപ്പം എനിക്കെതിരെ എന്ത് കാര്യങ്ങൾ അവർ പറഞ്ഞാലും ആ പിണക്കമൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. സത്യമേ വജേത, സത്യം ചെയ്യും, സത്യത്തിൻ്റെ കൂടെ ഉള്ളൂ ഞാൻ നിൽക്കുകയുള്ളൂ. അത് എത്ര സുഹൃത്താണെങ്കിലും എൻ്റെ അപ്പനാണെങ്കിൽ പോലും ഞാൻ തെറ്റ് ചെയ്ത തെറ്റാണെന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ശത്രുക്കളൊക്കെ ഉണ്ടായത്. നന്ദി, നമസ്കാരം.